ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നോമ്പ് തുറക്കാൻ ഒരു ചെറിയൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. നമ്മൾ തണ്ണിമത്തൻ കൊണ്ട് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് പിന്നെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. കുറച്ച് പാല്, പിന്നെ നമ്മൾ പാലൊഴിച്ചിട്ടാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. പിന്നെ തണ്ണിമത്തൻ, കുറച്ച് പഞ്ചസാര, ഇത്രയും മാത്രം മതി. അപ്പോൾ ഇതാ നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഇക്കയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഒരു നല്ല പഴുത്തൊരു തണ്ണിമത്തൻ്റെ അരഭാഗം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇക്ക അതൊക്കെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതിനാവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണ്ണിമത്തനിൽ മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പഞ്ചസാരയൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെറുതാക്കി നുറുക്കിയ ഒരു തണ്ണിമത്തനിലേക്ക് നമ്മൾ ഇവിടെ കാച്ചിയ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാച്ചാത്ത പാലും എടുക്കുക, പക്ഷേ ഞാനിന്ന് കാച്ചിയ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തണുത്ത് വന്ന ശേഷമാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ജ്യൂസാണ് ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നോമ്പ് തുറക്കി ഇതുപോലെയുള്ള തണുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.